ഭാസ്കരൻ ചന്ദ്രനെ കൊന്നോടെ ഏർക്കാനയിൽ പകയുടെ വിഷപ്പുക പടർന്നു. പക്ഷേ കൊന്നവൻ ജയിച്ചു? ഇല്ല. സ്വന്തം നിഴലിനെ പോലും ഭയന്ന് ഭാസ്കരൻ ഒളിവിൽ പോയി. ഓരോ കാൽപ്പെരുപ്പിലും തൻ്റെ അന്ത്യം പതിയിരിപ്പുണ്ടെന്ന് അവൻ അറിഞ്ഞു. ചന്ദ്രന്റെ മകൻ അരവിന്ദൻ ഇപ്പോൾ ഒരു തീയുണ്ടയാണ്. അച്ഛൻ്റെ ചോരയ്ക്ക് പകരം ചോദിക്കാൻ അവൻ കാടും മേടും അലഞ്ഞു. ഇത് വെറുമൊരു വേട്ടയല്ല. കാമവും പകയും ഒരേ നൂലിൽ കോർത്ത മുത്തുകൾ പോലെ ഈ വംശാവലിയെ വലിഞ്ഞു മുറുക്കി. പക്ഷെ എല്ലാവരും മറന്നുപോയ ഒരാളുണ്ടായിരുന്നു, നളിനി. പുരുഷന്മാരുടെ ഈ ചോരക്കളിയിൽ സ്വന്തം ജീവിതവും സ്വപ്നവും കരിഞ്ഞു പോയവർ. ഭാസ്കരനും ചന്ദ്രനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നളിനിയുടെ ഉള്ളിൽ കനലായിരുന്നു. അരവിന്ദൻ ഭാസ്കരനെ കൊല്ലുമെന്ന് എല്ലാവരും കരുതി. ഭാസ്കരനും അത് ഉറപ്പിച്ചു. പക്ഷേ വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. ആ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഭാസ്കരന് മുന്നിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. അത് അരവിന്ദനായിരുന്നില്ല, അത് നളിനിയായിരുന്നു. വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ച മുറിഞ്ഞ പ്രണയവും പകയും ഒരൊറ്റ നിമിഷത്തിൽ അവൾ പുറത്തെടുത്തു, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്. ആ വംശാവലിയിലെ വേട്ടക്കാരനായ ഭാസ്കരനെ നളിനി തന്നെ കൊന്നത്. ഒരു വംശത്തിൻ്റെ ശാപം ആ ഒരു കൊലയിൽ തീരുകയാണ്. ചോര കൊണ്ടെഴുതിയ ഏർക്കാനിയുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ്. പക ആരെയും ജയിപ്പിക്കുന്നില്ല, അത് വംശങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു. പ്രശസ്ത എഴുത്തുകാരൻ PV ഷാജികുമാറിൻ്റെ മരണവംശം എന്ന നോവലിനെ ആസ്പദമാക്കി തയ്യാറാക്കിയൊരു സംഗ്രഹമാണിത്. ഈ നോവൽ പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ സാങ്കല്പിക സൃഷ്ടിയാണ്. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനിയും നല്ല കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ നമുക്കൊരു കഥ കേട്ടാലോ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മറ്റൊരു കഥയായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.